ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇന്ന് 225-ാം ദിവസമാണ്. വരുന്ന ഒക്ടോബർ 10 സമരം ആരംഭിച്ചിട്ട് 8 മാസത്തോളമാകുന്നു. ഇനിയും സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആശമാരുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ബിന്ദു ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി കോടതിയിലേക്ക് വന്നിരിക്കുന്നു. പബ്ലിക് എന്ന് പറയുന്ന സംഘടന നിങ്ങളെ കക്ഷി ചേർത്തുകൊണ്ട് ഹർജി കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നു. സമരം ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നുള്ളത് നമുക്ക് വേണ്ടി ഒരു പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്ത സംഘടന ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ഞങ്ങളുടെ മുന്നിൽ, സമരക്കാരുടെ മുന്നിൽ 2 കണ്ടീഷൻസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വെച്ചു. ഒന്ന്, കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാം. ഒന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. കേന്ദ്രം ഏപ്രിൽ 4 ഇൻസെൻറ്റീവ് വർധനവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, 50,000 രൂപ. പിന്നെ മറ്റൊന്ന് ഇവർ പറഞ്ഞത് അവരൊരു കമ്മീഷനെ വെക്കാം, കമ്മീഷൻ വെച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വേതനം വർദ്ധിപ്പിക്കാം, വിരമിക്കൽ ആനുകൂല്യം എത്ര നൽകണമെന്ന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. ആ കമ്മീഷൻ കഴിഞ്ഞ ഓഗസ്റ്റ് 27 ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇന്ന് വരെ ഒരഭിപ്രായം സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരു ജനാധിപത്യപരമായ ഒരു സംവിധാനത്തെ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. ഒരു IAS ഉദ്യോഗസ്ഥയെ അതിൻ്റെ തലപ്പത്തിരുത്തിക്കൊണ്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി, സർക്കാർ കൊടുത്ത ഒരു ഉത്തരവാദിത്തം അവർ ഉത്തരവാദിത്തപൂർവ്വം നിർവഹിച്ച് സർക്കാരിൻ്റെ മുന്നിൽ കൊടുത്തിട്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരിക. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് ഓണറേറിയ വർധനവ് നിർദ്ദേശിച്ചിട്ടുണ്ട്, വിരമിക്കൽ ആനുകൂല്യം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ ഈ കേരളത്തിലെ നികുതി കൊടുക്കുന്ന ഒരു മനുഷ്യർക്കും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഈ ജനാധിപത്യപരമായ രീതികളെ അംഗീകരിച്ചേ മതിയാവും. അവർ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ വാക്കിന് വിലയുണ്ടാവണം. അദ്ദേഹം ഈ സമരം സെറ്റിൽ ചെയ്യാൻ തയ്യാറാകണം. 8 മാസം പൂർത്തിയാകാൻ പോവുകയാണ്. കേരളത്തിലെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ഈ തെരുവിലിരുന്നു കൊണ്ട്, ഈ പൊരി വെയിലത്തിരുന്നു കൊണ്ട്, അതിശക്തമായ മഴയെ അതിജീവിച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നത് എന്തെങ്കിലും ഇവർ ആരോപിക്കുന്നത് പോലെ സങ്കുചിതമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് തൊഴിലാളികളുടെ ന്യായമായ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണം. നമ്മളുടെ വിഷയം മുൻനിർത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ പൊതു താൽപ്പര്യ ഹർജി കോടതി കഴിഞ്ഞ അതിൻ്റെ സിറ്റിംഗ് കോടതി ചോദിച്ചതാണ്, കേസിൻ്റെ അവധിയുടെ ദിവസം ചോദിച്ചതാണ് എന്താണ് തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ അവർ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന് അന്ന് കോടതിയോട് പറഞ്ഞിട്ട് വന്നതാണ്. അത് ഇന്നലെ 19 കോടതിയിൽ വെച്ചിരുന്നതാണ്, കേസ് വെച്ചിരുന്നതാണ്, അവധിക്ക് വെച്ചിരുന്നതാണ്. പക്ഷേ അത് കോടതി എടുത്തില്ല അന്ന് കേസ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം എടുക്കുമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഈ സമരത്തിന് അനുകൂലമായി നമ്മൾ ഉയർത്തുന്ന ഈ 2 പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ, വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും, ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം കോടതിയെ അറിയിക്കും. കോടതി ഈ സമരത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ പല വിധത്തിലുള്ള സമരം ആശമാർ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ സെക്രട്ടേറിയറ്റ് ഉപവാസമുണ്ടായിരുന്നു, അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹ സമരമുണ്ടായിരുന്നു, മഹാ ഉപവാസമുണ്ടായിരുന്നു, മഹാസംഗമമുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമരമുറകൾ നടത്തിയിട്ട് പോലും സർക്കാർ കണ്ണു തുറക്കാത്തൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അത് പകൽ പോലെ വ്യക്തമല്ലേ. സ്ത്രീകൾ 43 ദിവസം ഞങ്ങൾ നിരാഹാരം കിടന്നു. 43 ദിവസം. അതൊരു പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്ത് ഏറ്റവും വലിയ കളങ്കമാണ്. സ്ത്രീകളെ അവർ ഉന്നയിക്കുന്ന ഏറ്റവും മിയറായിട്ടുള്ള ആവശ്യമാണ്, ഏറ്റവും ചെറിയ ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ച ആ ആവശ്യത്തോട് മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ സ്ത്രീകളെ തെരുവിൽ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് എത്രത്തോളം ഇവർക്ക് അത് കളങ്കം ചാർത്തിയിട്ടുണ്ടെന്നുള്ളത് അവർ പൊതുസമൂഹത്തിൽ ഇറങ്ങി ചോദിച്ചാൽ മതി. സ്ത്രീകൾ മുടിമുറിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അവർ ആഗ്രഹിച്ച് വളർത്തി അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുന്നതാണ്. അതൊരു സമരത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിന് വേണ്ടി സ്ത്രീകൾ അത് ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തി. ആ യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനതരമായ ഒരു യാത്രയായിരുന്നു. കാരണം കാലാവസ്ഥ അതികഠിനമായ ചൂട്, അതോടൊപ്പം തന്നെ അതിശക്തമായ മഴ. ആ മഴയത്ത് ഞങ്ങൾ തെരുവിൽ മഴ നനഞ്ഞുകൊണ്ട് ആ തെരുവുകളിൽ കിടന്നുറങ്ങി. കേരള സമൂഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണ് തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി കാവലിരുന്നു.
കേരള സമൂഹം അത് ഏറ്റെടുത്തു. അനിതര സാധാരണമായിട്ടുള്ളൊരു സമരമാണ്. ഇതെല്ലാം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, സർക്കാർ വിലക്കെടുക്കേണ്ടുന്നത്, ഞങ്ങൾ ഇതുവരെ ഒരു അക്രമ പ്രവർത്തനം നടത്തിയിട്ടില്ല. ഏറ്റവും സമാധാനപരമായി, ഏറ്റവും മാന്യമായി, ഏറ്റവും ജനാധിപത്യപരമായാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. ഈ വിരമിക്കൽ ആനുകൂല്യത്തിലും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് നിങ്ങളെ അറിയിക്കുന്ന സ്റ്റാറ്റസ്? ഇല്ല, ഞങ്ങൾ 53-ാമത്തെ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഇന്നുവരെ ഒരു സ്റ്റാറ്റസും അറിയിച്ചിട്ടില്ല. ഓഗസ്റ്റ് 27-ന് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടോ അതിനെ തുടർന്ന് കമ്മിറ്റി ഇതാണ് ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്കിത് ഇത്രയും ചെയ്യാൻ കഴിയും, അത്തരത്തിലുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യപരമായ ഒരു മര്യാദകളുണ്ടല്ലോ ഒരു സമൂഹത്തിൽ, അത് കാണിക്കാൻ അവർ പിന്നീട് NHM ഡയറക്ടറെയോ മന്ത്രിമാരെയോ സമീപിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു? ഇല്ല, മന്ത്രി കമ്മിറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്യാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് വരട്ടെ നമ്മൾ കാത്തിരുന്നു. അതിപ്പോൾ വന്നു. അതിനുശേഷം നമ്മളിതിൻ്റെ ഇടയിൽ NHM ഡയറക്ടറേറ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് ഞങ്ങളൊരു NHM ഡയറക്ടറേറ്റ് മാർച്ച് നടത്തിയിരുന്നു. അന്ന് അതിൻ്റെ അധികാരികളെ പോയി കണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഓണറേറിയത്തിനുള്ള മാനദണ്ഡം മാറ്റിയിട്ട് അത് ഇൻസെൻറ്റീവിൽ ഉൾപ്പെടുത്തി കുറേയധികം ആശമാരുടെ പകുതിയായിട്ട് വേതനം കുറച്ച് 3500 രൂപ അത് ഉടനടി കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിലാണെന്ന് അവർ പറഞ്ഞു. പിന്നെ സമരത്തിന് വന്ന ആശമാർക്ക് ഫെബ്രുവരിയിൽ അവർ ചെയ്ത ജോലിയുടെ പൈസ കൊടുത്തില്ല. ജോലി ചെയ്യാതിരുന്ന സമയത്ത് അത് കൊടുക്കേണ്ട, അത് നമ്മൾ പറയുന്നില്ല. ഫെബ്രുവരി 10-ന് വരുന്നത് വരെ ജോലി ചെയ്ത് തീർത്ത ജോലി 17-നാണ് നമ്മൾ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത്. അന്ന് വരെ ചെയ്ത ജോലിയുടെയും അതൊരു സമരത്തിന് വന്നു എന്നുള്ളത് കൊണ്ട് അവരോട് അതൊരു പ്രതികാര നടപടിയായിട്ട് കൊടുക്കാതിരിക്കുന്നത്, അത് കൊടുക്കണം എന്നും നമ്മളെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ NHM ഡയറക്ടറേറ്റിലേക്ക് സമരം നടത്തുകയും അവരെ അധികാരികളെ കണ്ട് അതടക്കം നമ്മുടെ ഓണറേറിയ വർധന, വിരമിക്കൽ ആനുകൂല്യ വർധന അടക്കമുള്ള ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് അവിടെ മാർച്ച് നടത്തുകയും ആ ഡിമാൻഡ് കൊടുത്ത് നിവേദനം കൊടുത്ത് അവരോട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 10 ആവുമ്പോൾ സമരം തുടങ്ങി 8 മാസം പിന്നിടുന്നു. ഇതിപ്പോൾ 8 മാസമെന്നല്ല, 12 മാസമെന്നല്ല, 24 മാസം ആയിക്കഴിഞ്ഞാലും അങ്ങനെ എത്ര നാളായി കഴിഞ്ഞാലും നിങ്ങൾ ഇതിൽ വിജയം കണ്ട് മാത്രമേ പിന്നോട്ട് പോവുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ. കാരണം ഇത് ഞങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതിപ്പോൾ ആശാവർക്കർമാരുടെ സമരമല്ല. ഈ സമരത്തെ നിലനിർത്തിയിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ പ്രബുദ്ധമായ പൊതു മനസാക്ഷിയാണ്. ആ കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു ഈ സമരം വിജയിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാവുള്ളൂ എന്ന്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം സമൂഹവും ചരിത്രവും ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ആശമാർ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കൃത്യമായ മറുപടി നൽകുമല്ലേ? തീർച്ചയായിട്ടും. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്താണോ ഞങ്ങളെടുത്ത നിലപാട്, ആ നിലപാട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഈ സമരം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അത് ആ തരത്തിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രചരണം. തീർച്ചയായും ആശമാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. കൃത്യമായ മറുപടി നൽകുന്നതായിരിക്കും ഈ 2 തെരഞ്ഞെടുപ്പുകളും. ആശമാർ കൃത്യമായ ഒരു മെസ്സേജ് കൂടി ഇതിലൂടെ സർക്കാരിന് മുന്നിൽ നൽകുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.